നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ രാമേശ്വരത്ത് എത്തിയിട്ട് രണ്ടാമത്തെ ദിവസം ഉണ്ടോ. അപ്പോൾ രാമേശ്വരത്ത് എങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൻ്റെ കിഴക്കേ നടക്ക് ഓപ്പോസിറ്റ് ഒരു 100 മീറ്റർ നടന്നു കഴിയുമ്പോൾ നമ്മൾ അഗ്നി തീർത്ഥത്തിലെത്തും. ഇതാണ് അഗ്നി തീർത്ഥം. ഇവിടെയാണ് ബലിയിടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെയാണ് രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഈ കടൽ തീരത്തെയാണ് അഗ്നി തീർത്ഥം എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. പകൽ ഇവിടെ നല്ല തിരക്കായിരിക്കും, കാരണം ഇവിടെ ബലിയിടുക എന്നുള്ള ഒരു പർപ്പസാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ രാമേശ്വരം അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ഈ അഗ്നി തീർത്ഥത്തിൽ കുളിച്ചിട്ട് കയറണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബലിയിടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ആദ്യം ബലിയിടുക ചടങ്ങുകളെല്ലാം ചെയ്യുക. ആദ്യം അഗ്നി തീർത്ഥത്തിൽ കുളിച്ചിട്ട് ബലിയിടുന്ന ചടങ്ങുകളെല്ലാം ചെയ്യുക. അതിനുശേഷം രണ്ടാമത് അഗ്നി തീർത്ഥത്തിൽ പോയി ഒന്നുകൂടി കുളിച്ചിട്ട് ആ ഇയറിനോട് കൂടി തന്നെ നേരെ അമ്പലത്തിൻ്റെ വെസ്റ്റ് നടയിലൂടെ കയറിയിട്ട് 25 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് അമ്പലത്തിൻ്റെ അകത്ത് തന്നെ 22 തീർത്ഥക്കുളങ്ങളിലും കൂടി നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് ഓരോ തീർത്ഥക്കുളത്തിൻ്റെ അടുത്തേക്ക് പോയാൽ മതി. അപ്പോൾ ബക്കറ്റിൽ വെള്ളം കോരിയിട്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫ് എല്ലാവരുടെയും കൂടി മുകളിലേക്ക് ഇങ്ങനെ തളിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ 25 രൂപ ടിക്കറ്റ് എടുത്താൽ മതി. അതുകൂടാതെ 250 രൂപയുടെയും അതിൽ കൂടിയ റേറ്റിലുള്ള ഈ ഗൈഡൊക്കെ ആയിട്ട് പോകുന്ന ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾ 25 രൂപ ടിക്കറ്റ് എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തന്നെ കുളിക്കാൻ പറ്റി. അങ്ങനെ അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ അത്. അങ്ങനെ 22 തീർത്ഥക്കുളങ്ങളിൽ കുളിച്ചിട്ട് തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൂമിൽ പോയിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നിട്ട് വേണം അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ. അതാണ് കേട്ടോ അതിൻ്റെ പ്രൊസീജിയർ. അല്ലാതെ ഈ നനഞ്ഞ ഡ്രസ്സോടുകൂടി അമ്പലത്തിനകത്ത് കയറരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പോയിട്ട് ബലിയിടേണ്ട ആൾക്കാരാണെങ്കിൽ ആദ്യം പോയിട്ട് അഗ്നിതീർത്ഥത്തിൽ കുളിക്കുക, എന്നിട്ട് ബലിയിടുക, ബലിയിട്ടിട്ട് ഒന്നുകൂടി കുളിക്കുക, എന്നിട്ട് ആ ഇയറിനോട് കൂടി തന്നെ നേരെ ഈ 22 തീർത്ഥക്കുളങ്ങളിൽ ടിക്കറ്റ് എടുത്തിട്ട് അവിടുത്തെ സ്നാനം ചെയ്യുക. അതിനുശേഷം തിരിച്ച് റൂമിലെത്തിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണം അമ്പലത്തിൽ കയറാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ബലിയിടുന്നതിൻ്റെ റേറ്റ് ഇവിടെ 100 രൂപ എന്തോ എഴുതി വെച്ചേക്കണേ. പക്ഷേ ഇവർ ദക്ഷിണയായിട്ട് 500 രൂപ വാങ്ങും. ചിലർ 500 രൂപ വാങ്ങും. അപ്പോൾ കൂടുതൽ ആളുണ്ടെങ്കിൽ അവർ പറയും അഡ്ജസ്റ്റ് ചെയ്ത് തരാം, 300 രൂപയ്ക്ക് തരാം, 200 രൂപയ്ക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഏജൻറ്റുമാരൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഏജൻറ്റുമാരുണ്ട്. അവർ വന്നിട്ട് ഇവരോട് കമ്മീഷനൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഒരാളെ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ അയാൾക്കുള്ള പൈസ മാത്രം കൊടുത്താൽ മതി, ഏജൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ബലിയിട്ടിട്ട് അത് കടലിൽ കൊണ്ട് അർപ്പിക്കണം. അതാണ് എൻ്റെ ഒരു ചടങ്ങ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പശുക്കളാണ് കേട്ടോ, സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല ബാക്കിൽ നിന്ന് ഇടി കൊള്ളും. ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഈ പശുക്കിടാവല്ല കാളയാ വന്നിട്ടൊരു ഇടി ഇടിച്ചിട്ടോ. അതുപോലെ തന്നെ ഈ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി തീറ്റയായിട്ട് ഒരു ബിസിനസ് നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പൈസ കൊടുത്ത് നമുക്ക് ഈ ഫുഡ് വാങ്ങിച്ചിട്ട് ഈ കന്നുകാലികൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ മീനൂട്ടൊക്കെ ഇല്ല, അതുപോലെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ബലിയിടുന്ന ചടങ്ങിൻ്റെ അവസാന ഭാഗമായിട്ട് എല്ലാവരും അഗ്നിതീർത്ഥത്തിൽ കുളിക്കുകയാണ്, ഫാമിലിയിലുള്ള എല്ലാവരും. ഞാനും ഉണ്ട്. അപ്പോൾ ക്യാമറ ആയിട്ട് വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറിക്കോണ്. ഇതെല്ലാവരും കുളിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ സാധാരണ ബീച്ചിൽ വരുന്ന പോലെ തന്നെ മറ്റൊരു തരത്തിലെ എൻജോയ്മെൻറ്റിനും ഇവിടെ വരാൻ കഴിയും. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ അറബിക്കടൽ, അതായത് ഞാൻ ജീവിക്കുന്ന ചെറായി ഭാഗത്തടുത്താണ്, അവിടുത്തെ കടലിനൊക്കെ നല്ല ആഴമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇത് ബംഗാൾ കടലാണ്, ഇവിടെ അത്ര വലിയ ആഴം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചധികം ദൂരത്ത് പോയാൽ തന്നെ ഒരു മുട്ടിൻ്റെ ഏകദേശം അത്രയേ ഉള്ളൂ വെള്ളം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി സേഫാണ് ഇവിടെ. പിന്നെ വെള്ളം അത്ര നല്ലതൊന്നുമല്ല, ഉപ്പുവെള്ളമാണ്, നല്ല ഉപ്പാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇതുപോലെ എൻജോയ്മെൻറ്റിനും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ബലികളിൽ മാത്രമല്ല എൻജോയ്മെൻറ്റിനും കുറേ ആൾക്കാർ വരുന്നുണ്ട്. നല്ല ഫ്രെയിമാണ് ചുറ്റും. ബൊബനും മോളിയിലെ ആ ഒരു പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലും ഈ പശുക്കൾ എല്ലാ ഫ്രെയിമിലും ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടെ ക്യാമറ വെച്ചാലും ഈ പശുവിനെ കാണാൻ പറ്റും. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ഒന്ന് കുളിക്കാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദൂരത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് പോലും വലിയൊരു ആഴമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആഴം ഉണ്ടാവുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. നമ്മൾ ഏകദേശം ഞാനൊരു 50 മീറ്റർ അപ്പുറത്തേക്കൊക്കെ പോയിട്ടും വലിയ ആഴമൊന്നുമില്ല, മുട്ടുവരെയൊക്കെ ഉള്ളൂ. അങ്ങോട്ട് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ കണ്ടൊക്കെ ഇറങ്ങുക.
അങ്ങനെ ഞങ്ങൾ ഈ ബലിയിടൽ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് 22 തീർത്ഥക്കുളത്തിലും കുളിച്ചു. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി പിന്നെ അമ്പലത്തിലെല്ലാം പോയി. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം നനഞ്ഞ ഡ്രസ്സോടുകൂടിയൊന്നും നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ക്യാമറ എടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് നേരെ ധനുഷ്കോടിക്ക് പോവാണ് കേട്ടോ. നമ്മളങ്ങനെ കാർ എടുക്കാത്തതുകൊണ്ട് ഇവിടെ നിന്നൊരു വണ്ടി വിളിച്ചിട്ടാണ് ധനുഷ്കോടിക്ക് പോകുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.